എല്ലാവർക്കും നമസ്കാരം. ആദിയോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറ്റാർ വാഴ ജെല്ലിൻ്റെ പ്രിപ്പറേഷനാണ്. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു കറ്റാർ വാഴയുടെ ഗുണങ്ങളെ പറ്റി, എന്താണ് കറ്റാർ വാഴയെന്നും അത് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്യുന്നതെന്നും അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കറ്റാർ വാഴ ജെൽ ഫോമിലാക്കിയിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഹെയർ പാക്കുകളിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്നും കറ്റാർ വാഴ ജെല്ല് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ അതിൽ ധാരാളം പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാഡ് ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നട്ട് വളർത്തി അതിൽ നിന്ന് ജെല്ലെടുത്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ്. അതായത് നമുക്ക് ഫ്രഷ് ആയിട്ട് കറ്റാർ വാഴ ജെല്ല് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഇത് ഈ ടെക്നിക്ക് അറിയുന്നവരാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതുകൂടാതെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് കറ്റാർ വാഴ ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കറ്റാർ വാഴയുടെ പോളയാണ്. ഇത് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് പിടിപ്പിക്കുന്ന കറ്റാർ വാഴയുടെ പോളയാണ്. ഇത് കൂടാതെ തേൻ എടുത്തിട്ടുണ്ട്. തേൻ നമുക്കൊരു പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്യാവുന്ന ദ്രവ്യമാണ്. അതുകൊണ്ട് ഞാൻ തേൻ എടുത്തിരിക്കുന്നത്. ചിലർ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഈ കറ്റാർ വാഴയുടെ ഉള്ളിൽ ഒരു നീരുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് ഞാനത് അരമണിക്കൂർ കുത്തി വെച്ചിരുന്നു. നന്നായിട്ട് കഴുകിയിട്ട് ഇത് കുത്തി വയ്ക്കും. അപ്പോൾ കുത്തി വയ്ക്കുമ്പോഴേക്കും അതിൽ ഈ മഞ്ഞ നിറത്തിലുള്ള ആ ഒരു നീരെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ടാകും. ഇനി നമുക്കിതിൻ്റെ ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ പീസുകളാക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ 2 വശങ്ങളിലുമുള്ള ഈ മുള്ളുകൾ നമ്മൾ വേർതിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ല് ഒരു ബൗളിലേക്ക് മാറ്റുക. എപ്പോഴും നമ്മൾ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ആ നാച്ചുറൽ ആയിട്ടുള്ള ജെല്ല് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മളുടെ 2 കറ്റാർ വാഴയുടെ പോളയിൽ നിന്നും കിട്ടിയ ജെല്ലെന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു ബൗളുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ജെൽ ഫോമിലാക്കി എടുക്കാനായിട്ട്, ഇത് കട്ടായിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ ഇതൊന്ന് നല്ല ജെല്ലായിട്ട് ആക്കി എടുക്കാനായിട്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇത് അടിക്കുമ്പോൾ തന്നെ, മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം.
അതല്ല എങ്കിൽ ഇത് ഫ്രീസറിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്തു. നല്ല ജ്യൂസ് ഫോമിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ടിന്നിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് തേൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കറ്റാർ വാഴയുടെ പോള എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പോളയ്ക്ക് 1/2 സ്പൂൺ വീതമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു സ്പൂൺ തേൻ ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് നല്ലൊരു ജെല്ലി ഫോമിലാകുമ്പോഴേക്കും നമുക്കിത് എടുക്കാം. എന്നിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കാം. ഒരു മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഹെയർ പാക്കുകളിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. എല്ലാത്തിനും വളരെ നല്ലതാണ്. കാരണം നമ്മളിത് നാച്ചുറലി പ്രിപ്പയർ ചെയ്തതാണ്. വേറെ പ്രിസർവേറ്റീവ്സ് കെമിക്കൽസ് ആയിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും